ഹായ് കൂട്ടുകാരെ, മീനെത്തിയിട്ടുണ്ട്. വാള മീനാണ് ഞാനിന്ന് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ക്ലീൻ ചെയ്താണ് വാങ്ങുന്നത്, കാരണം എനിക്ക് വേസ്റ്റ് കളയാൻ സ്ഥലമില്ല. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് വാങ്ങുന്നു. നമുക്കിനി കഴുകി വൃത്തിയാക്കിയാലോ? ക്ലീൻ ചെയ്താൽ നമ്മളിവിടെ ക്ലീൻ ചെയ്യണം. ഓക്കെ. ആഹാ, നമ്മുടെ ചക്കിപ്പൂച്ചയും മീനിൻ്റെ മണം കേട്ട് എത്തിയിട്ടുണ്ട്. അവൾ മീനൊന്നും കഴിക്കില്ല, സ്വാമി പൂച്ച. എങ്കിലും അവൾ വന്ന് എനിക്ക് കൂട്ടിരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വാളമീൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് തേങ്ങ തിരുവണം. തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്താ വില? 2 തേങ്ങ വാങ്ങിയപ്പോൾ 100 രൂപ. 1/2 കിലോ വെളിച്ചെണ്ണ മേടിച്ചപ്പോൾ 205 രൂപ. ഭഗവാനെ, എങ്ങോട്ടായി ലോകത്തിൻ്റെ പോക്ക്? തേങ്ങ മോള് തിരികെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ റെഡിയാക്കി. വാള മീൻ കിട്ടിയതുകൊണ്ട് ഞാൻ 1 കിലോ കപ്പ കൂടി മേടിച്ചു. നമുക്കത് തെളിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. കപ്പ ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ കപ്പ അരിയണ മെഷീനാണിത്. ഇതിലാണ് ഞാൻ കപ്പ അരിഞ്ഞെടുക്കുന്നത്. കൈ കൊണ്ട് അരിയാനില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കപ്പ അരിഞ്ഞിട്ട് വരാം. ഈ സമയം മോള് ഏകദേശം തേങ്ങ തിരുവി തന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇവിടെ തിരുവി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മരച്ചീനി തിളയ്ക്കാനായി അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാളമീനിൽ അല്പം തേങ്ങയും 2-3 കഷ്ണം ചെറിയ ഉള്ളിയും വറുത്ത ഉലുവയും കൂടെ അരച്ച് മഷി പോലെ അരച്ച് അല്പം തേങ്ങ. നമ്മളെപ്പോഴും വാളമീനിന് അല്പം തേങ്ങയെ പാടും. പിന്നെ പുളിവെള്ളം, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട്, ദൈവമേ മറന്നല്ല, ടൊമാറ്റോ, പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്യാനും കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ചേർത്തത് ഗരം മസാല. അത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ആദ്യമേ ചേർത്ത്, അതാണ് കണ്ടുകൂടാത്തത്. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ വെളിക്ക് സ്ഥലം കുറവായതുകൊണ്ട് മീൻ വയ്ക്കാനൊക്കെ ഞാൻ വെളിയിലൊരു സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മീൻ വയ്ക്കുന്നത്. മരച്ചീനി ഞാൻ അകത്തുള്ള സ്റ്റൗവിൽ തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വാളമീനോട് തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യാനും വെച്ച് കഴിഞ്ഞു. കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് സേവ് ചെയ്തും വെച്ചിട്ടുണ്ട്. മുഴുവനും ഞാൻ എടുത്തിട്ടില്ല. എന്നും മീൻ വാങ്ങാനൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വാങ്ങുമ്പോൾ 2-3 ദിവസം അത് കണക്കാക്കി വാങ്ങും. ആഹാ, മരച്ചീനി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം 1 വെള്ളം കൂടി തിളപ്പിക്കണം. അപ്പോൾ ഞാൻ സെക്കൻഡ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. നമ്മുടെ മരച്ചീനി അടുത്ത വെള്ളവും തിളച്ചിട്ടുണ്ട്. നമുക്കിനി വാർത്തെടുക്കാം. മരച്ചീനിയിലേക്ക് ഞാൻ അല്പം തേങ്ങ ചിരകിയതും, അല്പം മുളക് പൊടി, ഒരു ലേശം പുളി, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുടുപ്പ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം കൂടി ഇളക്കിയെടുക്കാം. എൻ്റെ തുടുപ്പ് ഇതാണ്. ഏകദേശം ആയി തുടുപ്പ്. ഞാൻ കേടാകാതെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു അമൂല്യ വസ്തുവാണ് തുടുപ്പ്. ഈ സമയം വാള മീൻ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അല്പം സവാളയും ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും ഇപ്പം കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ, അത് കണക്കാക്കിയാണ് മീൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ ചൂട് മാറിയാൽ മതി. ഓക്കെ. ഈ സമയം നമ്മുടെ വാളമീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് 500. പപ്പടം ഞാനിന്ന് കാച്ചിയില്ല, സാമ്പാറിൻ. ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാമേ. അപ്പോൾ മീൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. മീൻ കറിയും നമുക്കിവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ എന്നറിയപ്പെടുന്ന മരച്ചീനിയും നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ ഇരിപ്പുണ്ട്. നമുക്ക് പെട്ടെന്നൊരു
മാങ്ങ ഒഴിച്ച് കറി കൂടെ ഉണ്ടാക്കാം. അപ്പോൾ മരച്ചീനി, ചോറ്, വാളമീൻ കറി, വാളമീൻ ഫ്രൈ, തേങ്ങ മാങ്ങ ഒഴിച്ച് കറി, അതും കൂടെ ആകുമ്പോൾ സൂപ്പർ. ഓക്കെ, മാങ്ങ ഒഴിച്ച് കറിക്കുള്ള മാങ്ങ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയും മതി നമുക്ക് മാങ്ങ ഒഴിച്ച് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണയുടെ ഉപയോഗമൊക്കെ ഒരുപാട് കുറയ്ക്കണം, ഡോക്ടർ പറഞ്ഞിരിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് കിണ്ടിക്കൊടുക്കാം. നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം അരപ്പ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അല്പം തേങ്ങ നന്നായി അരച്ചെടുക്കണം. തേങ്ങയും 1 കഷ്ണം വെളുത്തുള്ളിയും അല്പം ജീരകവും 1 പച്ചമുളകും 1 ലേശം പുളിവെള്ളവുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചേർത്ത് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പാത്രം ചെറുതായി പോയെന്ന് തോന്നണം, മാറ്റണം കേട്ടോ. ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താ വേണം, ഇനി ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. സൈഡൊന്നിങ്ങനെ ചെറുതായിട്ട് പത കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ സൈഡൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഫുള്ള് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഏകദേശം പത കൂടി വന്നിട്ടുണ്ട്, സൈഡ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മരിച്ചീനിയും ചോറും വാളമീൻ ഫ്രൈയും വാളമീൻ കറിയും മാങ്ങ ഒഴിച്ചു കറിയും കൂട്ടി ഒരു പിടി പിടിച്ചാലോ? ഓക്കേ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. ബൈ കൂട്ടുകാരെ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് വഴി കമൻറ്റുകൾ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ കൂട്ടുകാരെ.